Shining in the setting sun like a pearl upon the ocean. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and heal me, oh heal me. Thinking about the love we're making and a life we're sharing. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and feel me, come on heal me. जो तू भी मेरा मेरा तेरा जो इकरार हुआ तो क्यों ना मैं भी कह दूं हुआ मुझे भी प्यार हुआ तेरा होने लगा हूँ खोने लगा हूँ जब से मिला हूँ तेरा होने लगा हूँ खोने लगा हूँ जब से मिला हूँ Shining in the setting sun like a pearl upon the ocean. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and heal me, oh heal me. वैसे तो मन मेरा पहले भी रातों में अक्सर ही चाहत के हाँ सपने संजोता था पहले भी धड़कन ये धुन कोई गाती थी पर अब जो होता है वो पहले न होता था हुआ है तुझे जो भी मुझे भी इस बार हुआ तो क्यों ना मैं भी कह दूं हुआ मुझे भी प्यार हुआ तेरा होने लगा हूँ खोने लगा हूँ जब से मिला हूँ तेरा होने लगा हूँ खोने लगा हूँ जब से मिला हूँ आंखों से चूलों की बाहें तरसती है दिल ने पुकारा है हाँ अब तो चले आओ तो शबनम की बूंदें बरसती है मौसम इशारा है हाँ अब तो चले आओ बाहों में डाले बाहें बाहों का जैसे हार हुआ हमारा मैंने माना हुआ मुझे भी प्यार हुआ तेरा होने लगा हूँ खोने लगा हूँ जब से मिला हूँ तेरा होने लगा हूँ खोने लगा हूँ जब से मिला हूँ Shining in the setting sun like a pearl upon the ocean. Come and feel me oh feel me shining in the setting sun like a pearl upon the ocean. Come and heal me oh heal me thinking about the love we're making and a life we're sharing. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and heal me oh heal me
നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആദർശാണ് ഇത്രയും നല്ല അടിപൊളി ഒരു സോങ് പാടുന്നത്. ഇതിനു മുമ്പ് എപ്പോഴോ ആദർശ് വന്നിട്ടുണ്ട്, അന്ന് ഞാനില്ലായിരുന്നു. അല്ലേ? ഓക്കെ. ആദർശ് നാട്ടിൽ എവിടെയാ? ഞാൻ എറണാകുളത്ത് ഇടപ്പള്ളി പൊണക്കര. ഓക്കെ. ഇവിടെ എത്ര നാളായി? ഞാൻ വന്നിട്ട് 2.5 years. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ അബുദാബിയിൽ ഒരു പ്രൈവറ്റ് ഫേമാണ്, മെറ്റീരിയൽ പ്ലാനർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ താമസിക്കുന്നത് അബുദാബിന്നാണോ വരുന്നത്? അലൈൻ. അവിടെ നിന്നാണോ വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ട്രാഫിക് ഒക്കെ? ഓക്കെ ആയിരുന്നു. ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങിയോണ്ട് കുഴപ്പമുണ്ടായില്ല. അയ്യോ, ഞാൻ വിചാരിച്ചു ഷാർജ അജുമാനോ എവിടെയെങ്കിലും ആയിരിക്കും. അല്ല, അലൈനിലാണ്. വൈഫ് അലൈനിൽ വർക്ക് ചെയ്യാ, സോ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല. അത് ശരി. അപ്പം അലൈൻ അബുദാബി എളുപ്പമല്ലേ ട്രാവൽ? കുഴപ്പമില്ല, കാരണം ട്രാഫിക് കുറവാ. ആണല്ലേ? ദുബായ് അലൈൻ പോലെ ഇത്ര ട്രാഫിക് ഇല്ല. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ യുടെ ലൈഫ്? എങ്ങനെയുണ്ട്? നമ്മുടെ നാട് ഓക്കെ, നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫാമിലി പ്രോഗ്രാംസ് അങ്ങനെ ആ ഒരു ഇത് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് മോറോവർ ഓക്കെയാണ്. മോസ്റ്റ്ലി ഇപ്പൊ അലൈൻ മാറിയത് കൊണ്ട് അത്രയും ഒരു ഇമ്പാക്ട് ഇല്ല, അത്ര ആ ഒരു ഇതില്ല. ഇവിടുന്ന് അങ്ങോട്ട് ദുബായ് അബുദാബി പോലെയുള്ള ആ ഒരു എന്താ പറയാ ഒരു വൈബ് ഡിഫറൻസ് അല്ല, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് അലൈൻ ഇസ് ടു മോർ ഓവർ കൾച്ചറൽ സൈഡ്. സോ കുറച്ചുകൂടെ കാമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കൾച്ചറലി ഫുൾ ഓഫ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ള ആൾക്കാരോട് അവർക്ക് പ്രിഫറബിൾ ഒരു ഏരിയയാണ് അലൈൻ. എനിക്കിഷ്ടമാണ് പക്ഷേ അലൈൻ എന്ന് വെച്ചാൽ നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ടൗണിനകത്ത് താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവിടെ ഇഷ്ടംപോലെ വില്ലകളും അല്ലെ, ഒരുപാട് സൗകര്യമുള്ള പിന്നെ സ്പേഷ്യസ് ആയിരിക്കും. നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ തരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കും. എനിവേ, വൈഫിന്റെ പേരെന്താ? അതിന് ചിലപ്പോൾ ചെല്ലുമ്പോൾ എന്റെ പേര് ചോദിച്ചില്ല എന്ന് പറയണ്ടല്ലോ. വൈഫിന്റെ പേര് ആര്യ നായർ. ടീച്ചറാണ്, ബൈ പ്രൊഫഷൻ ടീച്ചറാണ്, ഡാൻസർ, കഥകളി ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ പുള്ളിക്കാരിയും എറണാകുളം തന്നെയാണോ? എറണാകുളം മഞ്ഞുമൽ. പാട്ട് പാടുമോ പുള്ളിക്കാരി? പാട്ട് പഠിച്ചിട്ടുണ്ട്, പാടില്ല അങ്ങനെ, കാരണം പാടാൻ അറിയാം പക്ഷെ പാടില്ല. വന്നിട്ടുണ്ടോ ഇന്ന്? ഇല്ല, വന്നിട്ടില്ല. എനിവേ, എന്തായാലും അടിപൊളി ഗാനമായിരുന്നു കേട്ടോ. ആദ്യത്തെ അവസാനം ഫീൽ മീ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് പാടി. സൂപ്പർ. അടുത്ത പാട്ട് ഏതാണോ? അടുത്തത് ഒരു തമിഴ് സോങ്, കണ്ണുക്ക് മയ്യഴക്. கண்ணுக்கு மையழகு, கவிதைக்கு பொய்யழகு, கண்ணத்தில் பொய்யழகு, காக்கூந்தல் பெண்ணழகு. கண்ணுக்கு மையழகு, கவிதைக்கு பொய்யழகு, கண்ணத்தில் குறியழகு, காக்கூந்தல் பெண்ணழகு. கண்ணுக்கு மையழகு, கவிதைக்கு பொய்யழகு, கண்ணத்தில் குழியழகு, கார்கூந்தல் பெண்ணழகு. நடையழகு, முதுமைக்கு நரையழகு, கலர்வுக்கு இரவழகு, காதலர்க்கு நிலவழகு, நிலவுக்கு கரையழகு, பறவைக்கு சிறகழகு, நிலவுக்கு கரையழகு, பறவைக்கு சிறகழகு, அவ்வைக்கு கூனழகு, அன்னைக்கு செய்யழகு. கண்ணுக்கு மையழகு, கவிதைக்கு பொய்யழகு, கண்ணத்தில் குயழகு, காக்கூந்தல் பெண்ணழகு. கண்ணுக்கு மையழகு, கவிதைக்கு பொய்யழகு, கண்ணத்தில் குழியழகு, காக்கூந்தல் பெண்ணழகு.
വിടികാലി വിണ്ണഴക് വിടിയും വരെ പെണ്ണഴക് നെല്ലുക്ക് നാற்றഴക് തെന്നയ്ക്ക് കീற்றഴക് ഊருக்கு ആരഴക് ஊர்வலத்தில் தேரழகு ஊருக்கு ஆரழகு ஊர்வலத்தில் தேரழகு தமிழுக்கு அழகு தலைவிக்கு நாழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு கண்ணத்தில் குவியழகு கார்கூந்தல் பெண்ணழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு கண்ணத்தில் குவியழகு கார்கூந்தல் பெண்ணழகு നല്ല സമാധാനമുള്ളൊരു പാട്ടില്ലേ? പെണ്ണിനെ കുറിച്ച് കാർക്കൂന്തലൊക്കെ നല്ല അഴകാണെന്നാ പറയണത്. അതാ പറഞ്ഞേ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ നല്ല സമാധാനപരമായിട്ടാണ് പറഞ്ഞു വന്ന് വഴി മനസ്സിലായല്ലോ. ഓക്കെ, എന്താ വൈഫിന്റെ പേരെന്താ പറഞ്ഞേ? ആര്യ. ആര്യ. ആര്യക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ് ആദർശ് പാടുന്നതിനകത്ത്? ആര്യക്ക് ഇഷ്ടമുള്ള ഓൾമോസ്റ്റ് മിക്ക ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച് മാരേജ്. അപ്പം ആദർശ് പാടുമെന്ന് ആര്യക്ക് അറിയാമായിരുന്നു? നേരത്തെ അറിയായിരുന്നോ? ലൈക്ക് നേരത്തെ മീൻസ് ഞങ്ങൾ നേരത്തെ അറിയാവുന്ന ആൾക്കാരാ. അതാ ചോദിച്ചത്. അല്ല, ലവ് മാരേജ് അല്ല. ലവ് മാരേജ് അല്ല. അതെന്ത് ലവ് ചെയ്യാൻ? അനിയന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിലൊരു 7 years ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ആര്യയും ആദർശും തമ്മിൽ. ഓക്കെ, അപ്പം അങ്ങനെ കണ്ടിട്ട് വീട്ടുകാരായിട്ട് നടത്തിയത്? വീട്ടുകാരായിട്ട് ഉള്ള ഒരു പ്രപ്പോസൽ ത്രൂ വന്നപ്പോ നമുക്ക് അറിയാവുന്ന ഫാമിലി ആയിരുന്നു, അറിയാവുന്ന ഇതാണ്. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ആദർശ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പാട്ട് പാടിത്തരുമോ അല്ലെങ്കിൽ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ആദർശ് പാടിക്കൊടുത്തൊരു പാട്ട് കണ്ണോട് കണ്ണുകൊടുത്തിട്ട് ഒരു? സത്യം പറഞ്ഞ ഇതുവരെ അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല. അല്ല, അങ്ങനെ സിറ്റുവേഷൻ വന്നില്ല. കൂടുതലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടേതായ ഒരു മീ ടൈമില് ഉണ്ടാവുമ്പോൾ ഞാൻ കൂടുതലും ലിറിക്സ് മാറ്റി പാട്ടൊരു കോമഡി രീതിയിലൊക്കെ ആക്കി അങ്ങനെയാണ് ആളെ ഇറിറ്റേറ്റ് ചെയ്യാറാണ് പതിവ് കൂടുതലും. അല്ല, പിന്നെ കൂടുതലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ പാട്ടായിട്ട് പാടി കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം വീട്ടിലാണെങ്കിലും അമ്മ പാടും, എന്റെ അമ്മ പാടും. അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഈണം എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് നാട്ടില്. അവര് പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ഗ്രൂപ്പിന്റെ പ്രാക്ടീസോ അല്ലെങ്കിൽ എന്റേതായ പ്രാക്ടീസോ അങ്ങനെയുള്ള അമ്മയുടെ പ്രാക്ടീസ് അതെല്ലാം നടക്കുന്നത് വീട്ടിലാണ്. അമ്മേനെ ശരിക്കും ഒന്ന് ലൈനിൽ എടുത്തിട്ട് ഒരു പാട്ട് പാടിക്കായിരുന്നു അല്ലേ? നമ്പർ തരുവായിരുന്നു, സത്യമായിട്ട് ഞാൻ വിളിക്കും. എനിക്കൊരു നമ്പർ ഒന്ന് ഇടയ്ക്കൊന്ന് നമുക്ക് നോക്കാം. ബോട്ടിമുണ്ടോ അമ്മയ്ക്ക്? ഞാൻ ബോട്ടിമിനകത്ത് അമ്മേനെ വിളിച്ചാൽ അമ്മയുടെ ഒരു പാട്ട് കേൾക്കണം. അപ്പൊ ഇങ്ങോട്ട് അയച്ചോ, നമ്പർ അയച്ചാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോകാം. ഞാൻ ഡുവറ്റ് പാടട്ടോ. ഇത് ഏത് സിനിമയായിരുന്നു? ചിത്രം അല്ലേ? നമ്മുടെ രഞ്ജിനി മാം മോഹൻലാലും കൂടെ അഭിനയിച്ച ഒരു പാട്ട്. ഇത് ആര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ആ സ്ക്രീനില് ആര്യയും ആദർശമാണ്. കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ഞാൻ എടുത്തു വെച്ച് എന്റെ വെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ഞാൻ എടുത്തു വെച്ച് എന്റെ വെറ്റിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക
പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ മൃദുലേ, എന്തു പകരം തരും? നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നൂറൊന്നു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്ക് തുറന്നേ തരാം. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചെമ്പെഴുക്കാം. ഞാനിങ്ങെടുത്തു വച്ചി എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചെമ്പെഴുക്കാം. രാത്രി എന്നെയും കാത്തിരിക്കേ തെക്ക് തൊടിക്കരികിൽ കാലൊച്ച തിരിച്ചറിഞ്ഞോ? അരികിൽ വന്നെന്നെ എതിരേറ്റു നീ. തുളുനാടൻ പൂവട്ടു വിരിച്ചു വച്ചു. മണിമാരൻ ഈ രാവിൽ എന്തു പകരം തരും? ഒരു കൃഷ്ണ തുളസി പൂനുള്ളി മുടിത്തുമ്പിൽ ചാത്തി തരും. ചാത്തി തരും. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചെമ്പെഴുക്കാം. ഞാനിങ്ങെടുത്തു വച്ചി എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചെമ്പെഴുക്കാം. ഞാനിങ്ങെടുത്തു വച്ചി എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്കച്ചെമ്പെഴുക്കാം. വരി മേളത്തെ വരി താഴോട്ടും താഴത്തെ വരി മേളിലേക്കും പോയി. ചിലപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ മൊബൈലിൽ നമ്മൾ നോക്കുന്നുണ്ടോ ഒന്ന് സ്ക്രോൾ ചെയ്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ആ പാട്ട് തുടങ്ങിയത് പോലും അറിയണം. ലലലൊക്കെ ഏതോ ഒരു വഴിക്ക് പോയി. എനിവേ എന്തായാലും ത്രോട്ട് വയ്യെങ്കിലും ആദർശ് എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു രണ്ട് പാട്ട്. ഓക്കെ, എനിവേ പാടാൻ പറ്റുന്ന രീതിയിൽ പാടി. എനിവേ പിന്നെ എന്താണ് ഇത് ആര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. ആദർശിൻ്റെയും എൻ്റെയും സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് എനിക്ക് അമ്മയുടെ നമ്പറും തരുവാണെങ്കിൽ ഞാനൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അടുത്തത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് എല്ലാവരും വിളിക്കുക. 0588041310, 0585231310 എന്ന നമ്പറിലേക്ക് വിളിക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക്, അതായത് 0588041310 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 ട്രാക്ക് ഇട്ട ഒരു പാട്ടും ട്രാക്ക് ഇടാത്തൊരു പാട്ടുകൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് എഫക്ട്സ് ഒന്നും ഇല്ലാതെ വേണം നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അയക്കണം കേട്ടോ. അപ്പോഴേ ആദർശ് അലൈനിലാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ നമ്മുടെ അലൈനിലും അബുദാബിയിലുള്ള ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. നമ്മുടെ ഗുഡ് ഈവനിങ് ഗൾഫ് കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ്, അവരാണ് കൂടുതലും വിളിച്ചിട്ടുള്ളത്. എനിക്ക് ഷാർജ എല്ലാവരും വിളിക്കാറുണ്ടെങ്കിലും കൂടുതലും അബുദാബി അലൈനാണ്. അവിടെ ഒരു അലൈനിലെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നു കേട്ടോ, അദ്ദേഹം ഓടിക്കും. ചില ഒരു ഡോക്ടറുണ്ട്, PhD കാരനാണ്. പുള്ളി ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. പുള്ളി അസാധ്യ സിംഗറാണ്. സുനീഷ്. യെസ്, അറിയോ? ആഹാ, കാണാറുണ്ടോ നിങ്ങള്? ഞങ്ങള് പാടുമ്പോ പുള്ളി എല്ലാ പോയി പാടാറുണ്ട്. ഡോക്ടർ സുനീഷിനോട് അത് പറയണം കേട്ടോ. ഞാനിപ്പം അലൈനെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ ഓർമ്മ വന്നു. ഒരു ദിവസം ഒരുപാട് നാളെ ഇവിടെ ഒന്ന് പാടിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരണം, പാടണം എന്നൊക്കെ. വൈഫും PhD കാര്യമാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. എനിവേ എന്തായാലും ഡോക്ടർ സുനീഷിനോട്, അലൈനിലുള്ള ഡോക്ടർ സുനീഷിനോട് ഞങ്ങളുടെ ഒക്കെ എൻ്റെ പ്രത്യേക അന്വേഷണം പറയുകയാണ്. പറയണം കേട്ടോ. അടുത്ത പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാ? തമിഴ് സോങ് കണ്ണാനക്കണ്ണി. കണ്ണാനക്കണ്ണി. ആദ്യം കണ്ണു വെച്ചുള്ളൊരു പാട്ടല്ലായിരുന്നു? ഭയങ്കര കണ്ണാനക്കണ്ണി ഇനിയുണ്ടോ? ഇല്ലല്ലോ. கண்ணே கண்ணான கண்ணே என் மீது
சாயவா புன்னான நெஞ்சே புன்னான கையால் பூப்போல நீவவா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டை மாறுமா ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா புன்னான நெஞ்சே புன்னான கையால் பூ போல நீவவா அலைகடலின் நடுவே அலைந்திடவா தனியே படகனவே உனையேன் பார்த்தேன் கண்ணே புதுமணலில் விழுந்தேன் புதந்தினவே இருந்தேன் குறுநகையே இருந்தேன் மீட்டா என்னை நின்னோடும் மண்ணோடும் வாடும் பெருமூஞ்சல் மனதோரம் கண்பட்டு நூல் விட்டு போகும் என ஏதோ பயம் கூடும் மயிலொன்றை பார்க்கிறேன் மழையாகி ஆடினேன் இந்த உற்சாகம் போதும் சாக தோன்றும் இதே வினாடி கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா புன்னான நெஞ்சை புன்னான கையால் பூ போல நீவவா நீ தூங்கும் போது உன் நெற்றி மீது முத்தங்கள் வைக்கணும் போர்வைகள் பூர்த்தி போகாமல் தாத்தி நான் காவல் காக்கணும் எல்லோரும் தூங்கும் நேரம் நானும் நீயும் மௌனத்தில் பேசணும் ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ கண்ணான கண்ணே கண்ணான கண்ணே കോൾ ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേരൊന്ന് പറഞ്ഞേ അമ്മേ. ആദർശനോട് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു തന്നില്ല, അമ്മയെ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്റെ പേര് കവിത, കവിത ഉണ്ണികൃഷ്ണൻ. കവിത, ഓക്കെ, കവിത ഉണ്ണികൃഷ്ണൻ അല്ലെ. ആദർശ് തന്നെ നമ്മുടെ കൂടെ ഇന്ന് ഞങ്ങളെ കൂടെ NTV സ്റ്റുഡിയോയിൽ നിൽക്കുകയാണ്. അമ്മയോട് പറഞ്ഞായിരുന്നോ? ഓ, പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചു പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നോ? ആദർശിന്റെ കണ്ണ് നിറഞ്ഞോന്നൊരു ഡൗട്ട്. അമ്മ ആണോ? അമ്മ ആദർശ് പറഞ്ഞു അമ്മ നന്നായിട്ട് പാട്ട് പാടുമെന്ന് പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട്, ആദർശ് എങ്ങനെയായിരുന്നു വീട്ടില് ചെറിയ പ്രായത്തിലും ഇപ്പോഴും ഒക്കെ എങ്ങനെയാണ് ആദർശ്? അപ്പൊ ആദർശിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ അർഹതപ്പെട്ട ഒരാളാണ് അമ്മ അല്ലെ? അമ്മയാണ് കുഞ്ഞുനാള് മുതല് വളർത്തി കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പം എങ്ങനെയായിരുന്നു കുഞ്ഞുനാള് മുതൽ ഇപ്പം വരെയുള്ള ഒരു ഇതെങ്ങനെയാണ് ആദർശ്?
ആദർശിനെ പറ്റി പറയുകയാണെങ്കിൽ ആദർശിനെ കുഞ്ഞുനാളിലെന്ന് പറഞ്ഞാൽ ഒരു 4 വയസ്സ് വരെ നല്ല വാശിയുള്ള കുട്ടിയായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താ പറയാ, എനിക്ക് നല്ലൊരു മോനെ പറയാൻ വാശിയോ അല്ലെങ്കിൽ പാരന്റ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുണ്ടായിട്ടില്ല. അതെ അല്ലേ? അതെ അതെ. പിന്നെ നല്ല ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടിയാണ്. ഓക്കെ ഓക്കെ. അമ്മ ഒരു പാട്ട് പാടണം. അമ്മ നല്ലൊരു അസാധ്യ ഗായികയാണെന്നാ ആദർശ് പറഞ്ഞത്. അമ്മ നന്നായിട്ട് പാടും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അമ്മേനെ ഞങ്ങൾ ലൈനിലെടുത്തത്. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ UAയിലുള്ള എല്ലാ NTV പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അമ്മയുടെ ഇപ്പൊ നാട്ടിൽ നിന്നാണ്, എറണാകുളത്ത് നിന്നാണ് അമ്മ ഇരിക്കുന്നത്. അപ്പം എറണാകുളത്ത് നിന്ന് ആ പാട്ടൊന്ന് ഒഴുകി 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 വരട്ടെ. ഹലോ, എനിക്ക് അമ്മ പാടിക്കൊടുത്ത ഒരു താരാട്ടുപാട്ട് മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് താരാട്ടുപാട്ട്. താരാട്ടുപാട്ട് എന്ന് പറയാനായിട്ട് അങ്ങനെയില്ല. തോന്നുന്ന പോലെ എന്നാൽ ഇഷ്ടമുള്ളത് പാടിക്കാം. മൈനാകം മൈനാകം വേർഡ്സ് ഓർമ്മക്കില്ല. ഇടയ്ക്ക് തുടങ്ങിയാൽ പറ്റിയല്ലോ അല്ലെ? മതി. കടലിൽ നിന്നുയരുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ശിശിരങ്ങൾ തിരയുന്നു മഴനീർത്തണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലകങ്ങൾ പോലെ വാഗ്നീകമെന്നും വളരുന്നു പടർന്നു ഞൊടിയിൽ കടലിൽ നിന്നുയരുന്നു ശിശിരങ്ങൾ തിരയുന്നു നിധികൾ നിറയും കനി തേടിയോരോ തേടിയോരോ വനഭൂമി തോറും റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. റേഞ്ച് ഇഷ്യൂസ് ആണ് അത് നമ്മൾ അതിനകത്ത് വിളിച്ചത്. വനികയിലൊരു കുലമലരിൽ മതി അടിപൊളി കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൂപ്പറായിട്ട് പാടി കേൾക്കുന്നില്ല? സൂപ്പറായിട്ട് പാടി, അടിപൊളി കേട്ടാ. അമ്മ ഇത്രയും ഭംഗിയായിട്ട് പാടിന് എന്റെ വക ചക്കര ഉമ്മ. അപ്പൊ താങ്ക് യു അമ്മ. എന്തായാലും ഇനി അലയിലേക്ക് വരുമ്പോ, അതായത് UAയിലേക്ക് വരുമ്പോ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. ഓക്കെ അമ്മ.
ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. ആദർശ ഒരു ചാറ്റ് ബൈ. ഇത് കഴിഞ്ഞാ വിളിക്കുമല്ലോ. ആണോ? എനിവേ, ഓ എത്ര സൂപ്പറായിട്ടാ പാടുന്നേ. നല്ലോണം പാടും. അമ്മ ബൈ പ്രൊഫഷൻ ഡാൻസ് ടീച്ചറായിരുന്നു. അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അമ്മ നിർത്തി. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ. പിന്നെ അത്യാവശ്യം സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ല ഒരു എന്താ പറയാ ലൈക്ക് ആങ്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല ആളാ. ഇവിടെ വേക്കൻസി ഉണ്ടെന്ന്. ഏതായാലും കവിത അല്ലേ, കവിത ഉണ്ണികൃഷ്ണൻ, നല്ല പേര് കവിത ഉണ്ണികൃഷ്ണൻ. അപ്പം എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണ സ്നേഹമൊക്കെ അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഉമ്മ. അപ്പം നമുക്ക് ഞാൻ കണ്ണാന കണ്ണേ ആ പാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരു പാട്ടൂടെ പോവും. അടിപൊളിയായിട്ട് പാടി. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര സിഗ്നേച്ചർ സോങ്, ഭയങ്കര കോൺഫിഡൻസ് സിംഗിങ് ആയിരുന്നു. എനിക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലായി. അത് സ്റ്റേജിൽ പാടുന്ന പാട്ടുകളിൽ ഒന്നാണ്. അത് നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് പാടിയത്. അത് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം. ആ ഫേസിലെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് സൂപ്പർ, അടിപൊളി. അത് പാട്ടിൽ അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു. നന്നായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി. നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോകാം. അപ്പൊ മാതശ് ഒരു പാട്ട് സാദശന്റെ അമ്മ അടിച്ചോണ്ട് പോയി. ഒരു പാട്ടിന്റെ സമയം അത് വേണമല്ലോ, പിന്നെ തീർച്ചയായിട്ടും അത് നമ്മള് എന്താണ് അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് എടുക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അതാണ് ഞാൻ ആദർശം മാനത്ത് കണ്ടു. എനിവേ, ആര്യ അടുത്ത പാട്ടും ആര്യക്ക് വേണ്ടിയിട്ടാണ്, അമ്മയ്ക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ. ഏത് പാട്ട്? ലാസ്റ്റ് സോങ്. അപ്പൊ ഒരു 3 ഫാസ്റ്റ് നമ്പർ ആയിട്ട് ഗുലാബി ആങ്കേൻ. പോവാം. गुलाबी आंखें जो तेरी देखी, शराबी ये दिल हो गया। संभालो मुझको ओ मेरे यारों, संभलना मुश्किल हो गया। गुलाबी आंखें जो तेरी देखी, शराबी ये दिल हो गया। दिल में मेरी ख्वाब तेरी तस्वीर जैसे हो दीवार पे, तुझ पे फिदा मैं क्यों हुआ, आता है गुस्सा मुझे प्यार पे। मैं लुट गया मान के दिल का कहा, मैं कहीं का ना रहा, क्या करूं मैं दिलरुबा। बुरा ये जादू तेरी आंखों का, ये मेरा कातिल हो गया। गुलाबी आंखें जो तेरी देखी, शराबी ये दिल हो गया। मैंने सदा चाहा यही, दामन बचा लूं हसीनों से मैं, तेरी कसम ख्वाबों में भी बचता फिरा नाज़नीनों से मैं। तौबा मगर मिल गई तुझसे नजर, मिल गया दर्द जिगर, सुन सरा हो बेखबर, सरा सा हंस के जो देखा तूने, ये मेरा दिल इसमें हो गया। गुलाबी आंखें जो तेरी देखी, शराबी ये दिल हो गया। संभालो मुझको ओ मेरे यारों, संभलना मुश्किल हो गया।
മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ വൈൻഡപ്പ് പറയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ആലോചിക്കണേ വൈൻഡപ്പ് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ആദർശ് ഒരുപാട് സന്തോഷം വന്നതിനും കുറച്ചുള്ള പാട്ടുകളും അമ്മയെ പ്രത്യേകിച്ച് ലൈനിൽ കിട്ടി. അമ്മയുടെ അന്വേഷണം പറയണം കേട്ടോ. ഞാനാണ് അനൂജാണ് വിളിച്ചെന്ന് പറയാം. ഓക്കെ, അപ്പം ആര്യോടും അന്വേഷണം പറയാം. ഇനിയും വരിക കുറേ നല്ല പാട്ടുകളായിട്ട് വരിക. അപ്പോൾ നാളെ കാണാം വീണ്ടും 6-1 മറ്റതിഥിയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം. ടാറ്റ ബൈ. താങ്ക് യു.